സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ODE വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് അങ്ങനെയുള്ള ODEs സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ഹോമോജനസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ നിങ്ങൾ കണ്ടതാണ്. അതിൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്നതായിരുന്നു അതിൻ്റെ ജനറൽ ഫോം. എന്നാൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആകുമ്പോൾ ആ പി ഓഫ് എക്സ് എന്ന് പറയുന്നതും പി ഓഫ് സം കോൺസ്റ്റൻറ്റ് എ വരും, ക്യൂ ഓഫ് എക്സിന് പകരം സം കോൺസ്റ്റൻറ്റ് ബി വരും. അതായത് ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0 വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻറ്റ്സ്. കോൺസ്റ്റൻറ്റ്സ് മീൻസ് സം റിയൽ നമ്പേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് കിട്ടിയാൽ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓക്സിലറി ഇക്വേഷൻ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ്റെ ഫോം ഇതാണ്: ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമ്മൾ എയും ബിയും നമ്മൾ ഇവിടുന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ എയും ബിയും നമുക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതിൽ എയും ബിയും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ലാംഡ. സോ അങ്ങനെ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മൈനസ് ബി. ഓക്കെ, ഇത് ലാംഡയിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. സോ കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ എഴുതാൻ നേരത്ത് എന്ത് കിട്ടും? മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b/2. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b. സോ ഇവിടെ 2 റൂട്ട്സ് പോസിബിൾ ആണ്. ആ 2 റൂട്ട്സിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കാം? എനിക്ക് സോ എനിക്ക് അങ്ങനെ എഴുതാം. ഫസ്റ്റ് റൂട്ടിനെ ഞാൻ മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b/2 എന്നുള്ളത് ഫസ്റ്റ് റൂട്ടായിട്ട് എടുക്കുന്നു. സെക്കൻഡ് റൂട്ട് ലാംഡ 2 എന്ന് പറയുന്നത് മൈനസ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b/2. ഓക്കെ, ഇനി അങ്ങനെ ആണെങ്കിൽ ഇവിടെ റൂട്ടിനകത്ത് വരുന്ന ടേം എന്താണ്? എ സ്ക്വയർ മൈനസ് 4b. സോ എനിക്ക് 3 കേസായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്താണ്? 2 റിയൽ റൂട്ട്സ് ഇഫ് എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടെ അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ടാവും. എപ്പോഴാണ്? എ സ്ക്വയർ മൈനസ് 4b റൂട്ടിനകത്തുള്ള എ സ്ക്വയർ മൈനസ് 4b എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലാംഡ 1ഉം ലാംഡ 2ഉം 2 റൂട്ട്സ് നമുക്ക് എഴുതാൻ സാധിക്കും. അതാണ് 2 റിയൽ റൂട്ട്സ്. 2 റിയൽ റൂട്ട്സ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. 2 റിയൽ റൂട്ട്സ് ഇഫ് എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0. ഇനി സെക്കൻഡ് കേസ് എ റിയൽ ഡബിൾ റൂട്ട് ഇഫ് എ സ്ക്വയർ മൈനസ് 4b ഈസ് ഈക്വൽ ടു 0. ഈ റൂട്ടിനകത്തുള്ള എ സ്ക്വയർ മൈനസ് 4b 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 2 റൂട്ട്സും സെയിം ആയിരിക്കും. എന്ത് വരും? മൈനസ് a/2 എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് കേസ് കോംപ്ലക്സ് റൂട്ട്സ് ഇഫ് എ സ്ക്വയർ മൈനസ് 4b ലെസ് ദാൻ 0. ഈ റൂട്ടിനകത്തുള്ള എ സ്ക്വയർ മൈനസ് 4b നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ 2 കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് തമ്മിൽ കോൺജുഗേറ്റ് ആയിരിക്കും, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ ഇനി ഓരോ കേസും എടുത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് കേസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ലാംഡ 1 ആൻഡ് ലാംഡ 2. അതായത് എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് 2 റിയൽ റൂട്ട്സ് കിട്ടും, ലാംഡ 1 ലാംഡ 2. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ബേസിസ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിസ് ആയിട്ട് ബേസിനെ നമ്മൾ എങ്ങനെ എടുക്കും? ബേസിൽ 2 സൊല്യൂഷൻസ് എങ്ങനെ വരും? ഇ റേസ് ടു ലാംഡ 1x ഇ റേസ് ടു ലാംഡ 2x എന്നായിരിക്കും ബേസിസ് വരിക. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു എഴുതുന്നത്? y is equal to c1y1 plus c2y2. സോ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? y is equal to c1 e റേസ് ടു ലാംഡ 1x plus c2 e റേസ് ടു ലാംഡ 2x എന്ന് വരും. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഫസ്റ്റ് കേസിൻ്റെ എക്സാമ്പിൾ നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് y is equal to 0. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി എന്ന് എഴുതും. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? വൈ ഡാഷിൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ ലാംഡ സ്ക്വയർ പ്ലസ് 0 ലാംഡ പ്ലസ് ബി ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? കോഫിഷ്യൻ്റ് ഓഫ് വൈ ഇസ് മൈനസ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 0 ലാംഡ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. സോ ഇതിൽ നിന്ന് ലാംഡ സോൾവ് ചെയ്യുക. ലാംഡ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ദാറ്റ് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരും. സോ 2 റിയൽ. സോ ഫസ്റ്റ് റൂട്ടിനെ ഞാൻ ലാംഡ 1 എന്ന് വിളിക്കുന്നു. സോ ലാംഡ 1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് റൂട്ട് ലാംഡ 2 ഈസ് ഈക്വൽ ടു -1. 2 റിയൽ റൂട്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഇ റേസ് ടു ലാംഡ 1x ഉം ഇ റേസ് ടു ലാംഡ 2x ഉം.
സോ ഇ റേസ് ടു ലാംഡ 1 1 ആണ്. സോ ഇ റേസ് ടു 1x-ഉം ഇ റേസ് ടു -1 ഇൻറ്റു എക്സ്. സോ ഇ റേസ് ടു എക്സും ഇ റേസ് ടു -x-ഉം വരും. അങ്ങനെ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു -x. ഇനി നെക്സ്റ്റ് ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സെയിം പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു. കറസ്പോണ്ടിങ് എയും ബിയും എടുത്തിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ലാംഡ സോൾവ് ചെയ്യുന്നു. -a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 വെച്ച് ലാംഡ സോൾവ് ചെയ്യുന്നു. സോ ഇവിടെ 2 റിയൽ റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മുടെ കേസ് 1 തന്നെയാണ്. ലാംഡ 1 ആണ്. സോ ബേസ് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ്, ലാംഡ 2 എന്ന് പറയുന്നത് -2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ എഴുതും? ഇ റേസ് ടു -2 ഇൻറ്റു എക്സ്. സോ ജനറൽ സൊല്യൂഷൻ എഴുതുന്നു. ഇനി ഇതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. സോ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. സോ അത് കൊടുക്കുക. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം വെച്ച് ചെയ്യുമ്പം അതെന്തിനാണ് ഈ 2 ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തിനാണ് നമുക്ക് തരുന്നത്? ഈ ജനറൽ സൊല്യൂഷനിലെ 2 ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിനുവേണ്ടിയാണ് ആ ഇനിഷ്യൽ കണ്ടീഷൻ തരുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? y ഓഫ് 0 ഈസ് ഈക്വൽ ടു 4. അതെടുക്കുന്നു. y ഓഫ് 0 ഈസ് ഈക്വൽ ടു 4 മീൻസ് എന്താണ്? വെൻ x ഈക്വൽ ടു 0 y ഈസ് ഈക്വൽ ടു 4. അത് ഈ ജനറൽ സൊല്യൂഷനിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y 4 ആണ്. സോ 4 ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുന്നു, പ്ലസ് c2 ഇ റേസ് ടു -2 ഇൻറ്റു 0. സോ c1 പ്ലസ് c2 ഈസ് ഈക്വൽ ടു 4 മതി. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് അങ്ങനെ കിട്ടുന്നു. ഇനി നെക്സ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ എന്താണ് പറയുന്നത്? y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു -5. സോ y ഡാഷ് ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കുക. y ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഉണ്ട്. സോ y ഡാഷ് ഓഫ് എക്സ്, y ഡാഷ് എന്ത് വരും? സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. c1 ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു -2xൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു -2 ഇൻറ്റു -2 എന്ന് വരും. സോ ഇങ്ങനെ കിട്ടും. ഇനി y ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു -5 ആണ് സെക്കൻഡ് ഇനിഷ്യൽ കണ്ടീഷൻ. ദറ്റ് മീൻസ് എന്താണ്? വെൻ x ഈക്വൽ ടു 0 y ഡാഷ് ഈസ് ഈക്വൽ ടു -5. സോ ഈ y ഡാഷ് ഓഫ് എക്സിൽ അത് കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ y ഡാഷ് -5 എന്ന് കിട്ടും. സോ നമുക്ക് c1 -2 c2 ഈസ് ഈക്വൽ ടു -5 എന്ന് കിട്ടും. സോ ഇവിടെ കിട്ടിയ ഈക്വേഷൻ c1 പ്ലസ് c2 ഈസ് ഈക്വൽ ടു 4ഉം c1 -2 c2 ഈസ് ഈക്വൽ ടു -5 കൂടെ സോൾവ് ചെയ്ത് c1ഉം c2ഉം കണ്ടുപിടിക്കുന്നു. സോ അങ്ങനെ ആണെങ്കിൽ ജനറൽ സൊല്യൂഷനകത്ത് നമുക്ക് c1ഉം c2ഉം കിട്ടി. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഹെൻസ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് y ഈസ് ഈക്വൽ ടു c1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇ റേസ് ടു എക്സ് പ്ലസ് c2ൻ്റെ വാല്യൂ 3 ഇ റേസ് ടു -2x എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് 2 റിയൽ റൂട്ട്സ് വരുന്ന കേസായിരുന്നു. ഇനി നെക്സ്റ്റ് കേസ് 2 നമ്മളെടുത്ത് നോക്കാൻ പോവാണ്. റിയൽ ഡബിൾ റൂട്ട് ലാംഡ, അതായത് ബി സ്ക്വയർ മൈനസ് 4 റൂട്ടിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി 0 ആയി പോകുമ്പോൾ എന്താണ്? 2 റിയൽ റൂട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. സോ റിയൽ ഡബിൾ റൂട്ട് ലാംഡ, അതായത് ഈ കേസിൽ ലാംഡ 1 ലാംഡ 2 എന്താണ്? ലാംഡ തന്നെയാണ്. സോ ഈ കേസിൽ ബേസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു ലാംഡ എക്സും എക്സ് ഇ റേസ് ടു ലാംഡ എക്സും ആയിരിക്കും ബേസിസ്. സോ അങ്ങനെ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എനിക്ക് എങ്ങനെ എഴുതാം? c1y1 പ്ലസ് c2y2 എന്നാണ്. സോ c1 ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് c2 എക്സ് ഇ റേസ് ടു ലാംഡ എക്സ്. ഈ 2 സൊല്യൂഷൻ y1ഉം y2 ആയിട്ട് എടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഇ റേസ് ടു ലാംഡ എക്സ് കോമൺ ആണ്. അതിനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. സോ നിങ്ങൾ ഈ ഓരോ കേസിലും വരുന്ന, അതായത് 2 റിയൽ റൂട്ട്സ് വരുമ്പോൾ ഉള്ളത്, ഇപ്പം റിയൽ ഡബിൾ റൂട്ട് വരുമ്പോൾ ഉള്ളത്, ഇനി കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് വരുമ്പോൾ ഉള്ളത്. സോ ഈ ലീനിയർ ഓഡി വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് വരുമ്പോൾ, ഹോമോജനസ് ലീനിയർ ഓഡി വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ 3 കേസാണ് വരുന്നത്. സോ ഈ 3 കേസിലും എന്താണ് ബേസിസ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിസ് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഈ ബേസിസ് എഴുതാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് വെച്ച് ജനറൽ സൊല്യൂഷൻ എഴുതാം. സോ ഈ 3 കേസിലും ബേസിസ് എന്ത് വരും എന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ സൊല്യൂഷൻസ് എന്താ വരിക എന്നുള്ളത്. ഫസ്റ്റ് കേസിൽ ബേസ് എന്താ വന്നത്? ഇ റേസ് ടു ലാംഡ 1 എക്സും ഇ റേസ് ടു ലാംഡ 2 എക്സും. ഇവിടെ ബേസ് ആയിട്ട് വരുന്നത് ഇ റേസ് ടു ലാംഡ എക്സും എക്സ് ഇ റേസ് ടു ലാംഡ എക്സും. ഓക്കെ, ജനറൽ സൊല്യൂഷൻ എഴുതുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിട്ട് വരും. സോ ലാംഡ ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്താണ് വരുന്നത്? റിയൽ ഡബിൾ റൂട്ടാണ് വരുന്നത്, വിച്ച് ഇസ് എ റിയൽ ഡബിൾ റൂട്ട്. സോ ബേസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ഇ റേസ് ടു -3 എക്സും എക്സ് ഇ റേസ് ടു -3 എക്സും. സോ അത് വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കൂടെ തന്നിട്ടുണ്ട്, നോക്കുക. ഇനി നെക്സ്റ്റ് തേർഡ് കേസ് എന്താണ്? കോംപ്ലക്സ് റൂട്ട്സ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് വരുന്നത്. സോ ഫസ്റ്റ് റൂട്ട് എന്താണ്? 2 കോംപ്ലക്സ് നമ്പേഴ്സ് കോൺജുഗേറ്റ് ആയിട്ടുള്ള, അതായത് a പ്ലസ് ഐ ബി, a മൈനസ് ഐ ബി എന്ന ഫോമാറ്റിലുള്ള 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും റൂട്ടായിട്ട് വരിക. അതായത് ആ റൂട്ടിനകത്തുള്ള a സ്ക്വയർ മൈനസ് 4b എന്ന് പറയുന്ന ടേം നെഗറ്റീവ് ആകുമ്പോൾ. സോ ഫസ്റ്റ് റൂട്ട് ലാംഡ 1 എന്ന് പറയുന്നത് a പ്ലസ് ഐ ബി എന്ന് എടുക്കുന്നു. സെറ്റ് അങ്ങനെയാണെങ്കിൽ a മൈനസ് ഐ ബി എന്ന ഫോമിലായിരിക്കും. സോ ഈ കേസ് ബേസിസ് എഴുതുന്നത് ഇങ്ങനെയാണ്.
ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ് ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഈ ലാംഡ വൺ എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി അതിലെ എയും ബിയും ഉപയോഗിച്ചാണ് ഇത് എഴുതുന്നത്. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ്. സോ അങ്ങനെ ആണെങ്കിൽ ഈ കേസിൽ നമുക്ക് എങ്ങനെ ജനറൽ സൊല്യൂഷൻ എഴുതാം? y is equal to c1 e raised to a c1 y1 plus c2 y2. So c1 e raised to ax cos bx plus c2 e raised to ax sin bx എന്ന് വരും. e raised to x രണ്ട് ടേംസിലും കോമൺ ആണ്. സോ അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം y is equal to e raised to ax into c1 cos bx plus c2 sin bx. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. y ഡബിൾ ഒരു എക്സാമ്പിൾ സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് ഒമേഗ സ്ക്വയർ y is equal to 0 where ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. എന്താണ് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി. എ എന്ന് പറയുന്ന കോഫിഷ്യൻ്റ് ആണ്, അത് 0. ബി എന്ന് പറയുന്ന വൈയുടെ കോഫിഷ്യൻ്റ്. സോ ലാംഡ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ഈ ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, സം കോൺസ്റ്റൻറ്റ്. സോ അതിനെ ഒമേഗ എന്നവർ വിളിക്കുന്നേ ഉള്ളൂ. റിയൽ നമ്പേഴ്സ് ഒന്നും തരാതെ ജസ്റ്റ് ഒരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട്. സോ ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ഒമേഗ സ്ക്വയർ. സോ മൈനസ് റൂട്ട് മൈനസ് 1 ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ. റൂട്ട് മൈനസ് 1 എന്ന് പറയുന്നത് ഐ ആണ്. സോ പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ. സോ ഇവിടെ രണ്ട് റൂട്ട്സ് ഉണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് റൂട്ട്സ് ആയിട്ട് വരുന്നത്. എന്താണ്? അതായത് 0 പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എന്നാണ്. സോ 0 പ്ലസ് ഐ ഒമേഗ ഫസ്റ്റ് റൂട്ടും 0 മൈനസ് ഐ ഒമേഗ സെക്കൻഡ് റൂട്ടും. നമ്മൾ എ പ്ലസ് ഐ ബി എ മൈനസ് ഐ ബി ഫോമിൽ തന്നെയല്ലേ ഇത് വന്നിരിക്കുന്നത്. എയുടെ പ്ലേസിൽ 0 ആണ്, ബിയുടെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്? ഒമേഗയാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ ബേസ് എനിക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇ റൈസ് ടു 0 എക്സ് ഇൻറ്റു കോസ് ബി എന്ന് പറയുന്ന ഒമേഗ കോസ് ഒമേഗ എക്സ്. ഇ റൈസ് ടു 0 1 ആണ്. സോ അതേപോലെ ഇ റൈസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. ഓക്കെ, ജനറൽ സൊല്യൂഷൻ എനിക്ക് അങ്ങനെ എഴുതാം. സോ രണ്ട് ബേസിലെ രണ്ട് സൊല്യൂഷൻ കിട്ടി. അങ്ങനെ ആണെങ്കിൽ c1 y1 പ്ലസ് c2 y2 ഇല്ലേ. സോ c1 ഒമേഗ എക്സ് പ്ലസ് c1 കോസ് ഒമേഗ എക്സ് പ്ലസ് c2 സൈൻ ഒമേഗ എക്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിരിക്കുന്നു. സെയിം കേസ് തന്നെ വരുന്നത്, കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് വന്നിരിക്കുന്ന ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. സോ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യും. നിങ്ങൾ നോക്കുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ റൂട്ട്സ് കിട്ടും, കോംപ്ലക്സ് റൂട്ട്സ് ആണ് കിട്ടുക. ലാംഡ 1 എന്ന് പറയുന്നത് -0.2 പ്ലസ് 3i, ലാംഡ 2 -0.2 മൈനസ്. ഇവിടെ എ പ്ലസ് ഐ ബി എ മൈനസ് ഐ ബി ഫോമാണ്. എയുടെ പ്ലേസിൽ -0.2ഉം ബിയുടെ പ്ലേസിൽ 3യും. സോ ബേസ് ആയിട്ട് ഇ റൈസ് ടു -0.2x കോസ് 3x ഇ റൈസ് ടു -0.2x സൈൻ 3x. സോ കറസ്പോണ്ടിംഗ്ലി ജനറൽ സൊല്യൂഷൻ എഴുതിയിരിക്കും. ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. ഇനി രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ച് പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.